വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്കുന്നതൊരു ആഘോഷവേളയല്ല, ആത്മവിചാരണയുടെ സന്ദർഭമാണ്. കഴിഞ്ഞുപോയ ഒരു വർഷം നമ്മുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന സന്ദർഭമാണ്. നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനുള്ള പ്രതിജ്ഞയോട് കൂടിയാണ് നമ്മുടെ നവവത്സരം അഥവാ പുതുവർഷം ആരംഭിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ വേണ്ടി 5 ജാഗ്രതകൾ നമുക്ക് വേണം. പുതുവത്സരത്തിന്റെ ആരംഭത്തിലും പുതുവത്സരത്തിലുടനീളവും നമ്മൾ നിലനിർത്തേണ്ടുന്ന, പുതുവത്സരം എന്ന് പറയുന്നത് തുടക്കം, ഈ വർഷത്തിലുടനീളവും നമ്മൾ നിലനിർത്തേണ്ടുന്ന 5 ജാഗ്രതകളെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ജാഗ്രതകളിൽ ഒന്നാമത്തേത് സമയത്തെ സംബന്ധിച്ചുള്ള ജാഗ്രതയാണ്. 2026 നമ്മൾ പ്രവേശിച്ചപ്പോൾ ഉടനെ ചോദിച്ച ചോദ്യം 2026 ആയോ എന്നുള്ളതാണ്. എത്ര പെട്ടെന്ന് 2026 ആയോ എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കാതെ ചോദിച്ചു, നമ്മുടെ മനസ്സിലൂടെ ചോദിച്ചു എന്നുള്ളതാണ്. ഒരു വർഷം എത്ര പെട്ടെന്നാണ് പോയതെന്ന് പറയാറുള്ളത് നമ്മൾ. അന്ത്യദിനത്തിലേക്ക് അടുക്കുന്തോറും സമയത്തിന്റെ ദൈർഘ്യം ഇങ്ങനെ കുറഞ്ഞു വരുമെന്നാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. സൂറത്തുൽ നാസിഅത്തിലെ അവസാന വചനത്തിൽ അല്ലാഹു പറഞ്ഞ വാക്കുകൾ അതാണ് ഞാൻ ഓതി വെച്ചത്. അല്ലാഹു പറയാണ്, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബഥു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ. ആ അന്ത്യദിനം അവർ കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ്, ഞങ്ങളൊരു പൂർവാഹനമോ ഒരു സായാഹ്നമോ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ഒരു ദിവസം പോലും എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് തോന്നുന്നത് എന്താ? ഞങ്ങളൊരു പൂർവാഹനമോ ഞങ്ങളൊരു സായാഹ്നമോ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്നതുപോലെ അവർക്ക് തോന്നുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നാസിഅത്തിലൂടെ അല്ലാഹു തആല പറയുന്ന സഹോദരങ്ങളെ. മഹ്ശറിലെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു ചോദ്യം ഉയരുമെന്നാണ്. അതും അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ്. ഖാലകം ലബിത്തും ഫിൽ അർദി അദദ സിനീൻ. എന്താണ് ഉയരുന്ന ചോദ്യം? ഭൂമിയിൽ നിങ്ങൾ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഈ ഘട്ടത്തിൽ അവർ പറയുന്നത് എന്താണ്? ഖാലു ലബിത്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദിൻ. ഞങ്ങൾ ഒരു ദിവസം അതല്ലെങ്കിൽ ഒന്നിൽ കുറഞ്ഞ ദിവസമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ഫസ്അലിൽ ആദിൻ. കണക്കറിയുന്നവരോട്, കണക്ക് നോക്കുന്നവരോട് ചോദിച്ചു നോക്കിയാൽ ഞങ്ങൾ അത്ര കൂടുതൽ കാലമൊന്നും ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒന്നിൽ കുറഞ്ഞ ദിവസമോ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. അതുപോലെയാണ് അവർ ചിന്തിക്കുന്നത്. അത്ര പെട്ടെന്നായിരുന്നു ഭൂമിയിലെ വാസം തീർന്നു പോയത് എന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. മരണപ്പെട്ട് നൂറ്റാണ്ടുകളും അതുപോലെ തന്നെ പതിറ്റാണ്ടുകളും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, പുനരുദ്ധാനത്തിന് വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ ഊതുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു പറയാണ്, വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാദി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടുന്ന സന്ദർഭത്തിൽ അവരെല്ലാവരും തന്നെ അവരുടെ രക്ഷിതാവിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഘട്ടത്തിൽ അവർ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അവർ രക്ഷിതാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നതാണ്. ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവർ ചോദിക്കുകയാണ്, എന്താണ് അവർ ചോദിക്കുന്നത്? ആരാണ് ഞങ്ങൾ കിടക്കുന്നിടത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങളെ സുഖമായ നിദ്രയിലായിരുന്നു. ആദം അലൈഹിസ്സലാം മുതൽ അവസാനം മരിച്ചുപോയ ആളുവരെ, അതല്ലെങ്കിൽ അവസാനമായി ഖബറിലെത്തിയ ആളുവരെ ഉണ്ടാവും. അവരെല്ലാവരും അതല്ലെങ്കിൽ അവരിൽ നിഷേധികളായ ആളുകളാണ് ചോദിക്കുന്നത്. ആദപ്രവാദികൾ ഇസ്ലാമിയെ പോലെ അതുപോലുള്ള ആളുകളല്ല, നിഷേധികളാണ് ഈ ചോദ്യം ഉയർത്തുന്നത്. അതുകൊണ്ടാണ് യാവൈനന എന്നുള്ള പ്രയോഗം അതാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് എന്താണ്? ആദം നബിയുടെ കാലം മുതൽ എന്നാ പറഞ്ഞത്. ആദം നബിയുടെ കാലം മുതൽ അവസാനമായിട്ട് മറമാടപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യന്റെ കാലം വരെയുള്ള ആളുകൾ അതിലുണ്ടാവും. അവരാണ് ചോദിക്കുന്നത്, ആരാണ് ഞങ്ങൾ കിടക്കുന്നിടത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഈ ഘട്ടത്തിൽ അവരോട് പറയും, നാശമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിളിക്കുന്നത്. യാ വൈലന,
മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ ബഅദ റഹ്മാൻ വസ്വദഖ ലിവസലൂൻ. അവരോട് പറയപ്പെടും, ഇത് കരുണാവാരിധിയായ റബ്ബ് വാഗ്ദാനം ചെയ്തതാണ്. ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത്, ഈ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് കരുണാവാരിധിയായ റബ്ബ് വാഗ്ദാനം ചെയ്തതാണ്. പ്രവാചകന്മാർ ഓരോരുത്തരും സത്യം പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, മനുഷ്യന് വളരെ അടുത്ത് സംഭവിച്ചതുപോലെ തോന്നുകയാണ്, ഇന്നലെ കടന്നിറങ്ങിയതുപോലെ തോന്നുകയാണ്. എത്രയോ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും, പക്ഷെ പെട്ടെന്ന് പോയതുപോലെ അവർക്ക് തോന്നുകയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പറഞ്ഞത്, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബ അസ്സമാൻ. ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ യതഖാറബ അസ്സമാൻ, കാലം ഇങ്ങനെ അടുത്തടുത്ത് വരും. കാലം പെട്ടെന്ന് മാറി മറഞ്ഞതുപോലെ മനുഷ്യനെ തോന്നും. കാലം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഒരു കൊല്ലം ഒരു മാസം പോലെ മനുഷ്യനെ തോന്നും. ഒരു മാസം ഒരാഴ്ച പോലെ മനുഷ്യനെ തോന്നും. ഒരാഴ്ച ഒരു ദിവസം പോലെ മനുഷ്യനെ തോന്നും. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ മനുഷ്യന് തോന്നും. സഹോദരങ്ങളെ, അങ്ങനെ മനുഷ്യന് തോന്നും. ഒരു മാസം ഒരു ആഴ്ച പോലെ, ഒരാഴ്ച ഒരു ദിവസം പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, ഒരു കൊല്ലം ഒരു മാസം പോലെ മനുഷ്യന് തോന്നും. അതുപോലെ ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സ്വീകരിക്കേണ്ട നിലപാട്, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും നാളേക്ക് നീട്ടിവെക്കാതെ സമയത്തെ നന്നായി പ്രയോജനപ്പെടുത്തുക. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ ഫലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളിൻ. മരണം എപ്പോഴും വരാം. മരണം നിങ്ങളെ മാടി വിളിക്കുകയാണ്. മരണം വരുന്നതിന്റെ മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. അങ്ങനെ മരണം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറയുകയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ്, പടച്ചതമ്പുരാനെ അടുത്ത നിമിഷം വരേക്കെങ്കിലും എന്നെ നീ ബന്ധിപ്പിക്കണമേ. പക്ഷേ അല്ലാഹു ബന്ധിപ്പിക്കുന്ന പ്രശ്നമില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന പ്രശ്നമില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. ഈ സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തി, ഈ ആയുസ്സിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അല്ലാഹുവിന്റെ മഹ്ശറിൽ ഒരു കാലടി പാല പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തസൂലു ഖദമു അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുസ് എന്തിനാണ് വിനിയോഗിച്ചെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അടിമക്ക് അവന്റെ കാലടിപ്പാലകൾ മുന്നോട്ട് വെക്കാൻ ഒട്ടുമേ സാധിക്കുകയില്ല. മറ്റൊരിടത്ത് വിശദീകരിച്ചു, 5 അവസരങ്ങൾ വരുന്നതിന്റെ മുമ്പ് 5 അവസരങ്ങൾ നിങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തണേ. 5 സമയങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തണേ. ഒന്ന്, നിങ്ങളുടെ വാർദ്ധക്യം സംഭവിക്കുന്നതിന്റെ മുമ്പുള്ള യൗവനത്തെ നന്നായി പ്രയോജനപ്പെടുത്തണേ. നിങ്ങൾക്ക് രോഗം വരുന്നതിന്റെ മുമ്പുള്ള ആരോഗ്യത്തെ നന്നായി പ്രയോജനപ്പെടുത്തണേ. ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഐശ്വര്യത്തെ നന്നായി പ്രയോജനപ്പെടുത്തണേ. നിങ്ങളുടെ ജോലി തിരക്കിന് മുമ്പുള്ള നിങ്ങളുടെ ഒഴിവുവേളകളുണ്ടല്ലോ, അത് നന്നായി പ്രയോജനപ്പെടുത്തണേ. നിങ്ങളുടെ മരണത്തിന്റെ മുമ്പുള്ള ജീവിതത്തെ നന്നായി പ്രയോജനപ്പെടുത്തണം. മരണത്തിന്റെ മുമ്പുള്ള ജീവിതം, ജോലി തിരക്കിന് മുമ്പുള്ള ഒഴിവുവേളകൾ, ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഐശ്വര്യം, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം, വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനം, ഇതാണ് നിങ്ങളുടെ സമയങ്ങൾ എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓരോരുത്തരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തവർ വലിയ നഷ്ടകാരികളാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്വഹതു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ആളുകൾ വലിയ നഷ്ടകാരികളാണ്. അതിലൊന്നാമത്തെ അനുഗ്രഹം ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവുവേളയാണ്. എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഓരോ ദിവസവും മനുഷ്യനോട് സംവദിക്കുന്നുണ്ട്.
എന്താണ് ദിവസം മനുഷ്യനോട് പറയുന്നത്? യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, അല്ല മനുഷ്യ, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഞാൻ ദൃക്സാക്ഷിയായിരുന്നു. മനുഷ്യ, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്. ഇന്ന് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഇന്ന് 2-ാം തീയതിയാണല്ലോ, ഈ 2-ാം തീയതി 2026 ജനുവരി മാസത്തിലെ 2-ാം തീയതി എന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അന്ത്യദിനം വരേക്ക് അത് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അന്ത്യദിനം വരേക്ക് അത് മടങ്ങി വരുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സമയം മനുഷ്യനിങ്ങനെ തള്ളി നീക്കുകയാണ്. പക്ഷേ തള്ളി നീക്കാൻ എവിടെയാണ് നമുക്ക് സമയം? പ്രയോജനപ്പെടുത്താതിരിക്കാൻ എവിടെയാണ് നമുക്ക് അധിക സമയം എന്ന് പറയുന്നത്? ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ഇന്റർനെറ്റ് ആസ്വാദനം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗവുമെല്ലാം ഒരു ടൈം കില്ലറാക്കി, ഒരു സമയം കൊല്ലിയാക്കി മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മദ്യപാനം, ലഹരിയോടുള്ള ആസക്തി, ഇതെല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ക്രിസ്മസിനോടും പുതുവത്സരത്തോടും അനുബന്ധിച്ചുകൊണ്ട് റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നമ്മുടെ സംസ്ഥാനത്ത് പോലും നടന്നത്. കഴിഞ്ഞ വർഷത്തെക്കാൾ 19% മദ്യവിൽപ്പന വർദ്ധിച്ചുവെന്ന് ചില മാധ്യമങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞ സഹോദരങ്ങളെ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കാനും ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്താൻ നമുക്ക് സാധ്യമാവണം. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിശ്ചയം മദ്യപാനം, ചൂതാട്ടം, പ്രശ്നം വെക്കലും വിഗ്രഹങ്ങളുമെല്ലാം വിഷാദിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ കൈഹിക പാരത്രിക വിജയം വേണമെങ്കിൽ നിങ്ങൾ മദ്യപാനവും ലഹരിയും ഒഴിവാക്കിയേ പറ്റൂ. ഈ പറഞ്ഞ തിന്മകളിൽ നിന്ന് നിങ്ങൾ വിട്ടുതന്നേ പറ്റൂ. അതുകൊണ്ട് ഐഹിക പാരത്രിക വിജയം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരിയോടുള്ള ആസക്തിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, മദ്യചഷകം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചാൽ ആ മരത്തിന്റെ പഴം കഴിക്കുന്നത് പോലും ഞാൻ വെറുക്കും. അത്രമാത്രം മദ്യത്തിനോട് അകന്നുള്ള മനസ്സാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സെന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, മുഴുവൻ സ്വഹാബിമാരുടെയും മനസ്സ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ, ഒരു മരത്തിന്റെ ചുവട്ടിൽ മദ്യത്തിന്റെ ചഷകം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മരത്തിലുണ്ടാകുന്ന പഴം കഴിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന DJ പാർട്ടികളിൽ നിന്നും മദ്യസൽക്കാരങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയും അത്തരം ഏർപ്പാടുകളിൽ നമ്മോട് ബന്ധപ്പെട്ട ആളുകളെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് പുതുവത്സരത്തിൽ നമ്മുടെ ഒന്നാമത്തെ ബാധ്യത സമയത്തെ കുറിച്ചുള്ള ബോധം തന്നെയാണ്. ഇസ്ലാമിലെ സുപ്രധാന ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം പോലും 5 നേരം സമയബന്ധിതമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞതാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിശ്ചയം നമസ്കാരം വിശ്വാസികൾക്ക് സമയബന്ധിതമായ ആരാധനാ കർമ്മമായിട്ട് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞതാണ്. സഹോദരങ്ങളെ, സമയബോധം വിശ്വാസിക്കുണ്ടാവാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി കൂടെയാണ് അല്ലാഹുവിനെ ഇബാദത്ത് നിർവഹിക്കുക. അത് സമയബന്ധിതമായി നിർവഹിക്കുക. എന്തിനാണ് സമയബന്ധിതമായിട്ട് നിർവഹിക്കുന്നത്? സമയബോധം വിശ്വാസിക്കുണ്ടാവണം. ശാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, 5 നേര നമസ്കാരത്തിന്റെ സമയങ്ങൾ സൂര്യന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ 5 ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മനുഷ്യ ജീവിതത്തിലെ 5 ഘട്ടങ്ങളെയാണ് 5 നേര നമസ്കാരങ്ങൾ സൂചിപ്പിക്കുന്നത്. 1, സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുന്നോടിയായുള്ള സുബഹ് നമസ്കാരം നമ്മുടെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്നു. 2, സൂര്യൻ ഉച്ചയിലെത്തി ചൂട് കൂടി നിൽക്കുമ്പോഴുള്ള ളുഹർ നമസ്കാരം തിളച്ചു മറിയുന്ന നമ്മുടെ യൗവനത്തെ സൂചിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. 3, സൂര്യൻ ചൂട് കുറഞ്ഞ് താഴ്ന്ന് കുനിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള അസ്ർ നമസ്കാരം നമ്മുടെ വാർദ്ധക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4, ജ്വലിച്ചിരുന്ന് ലോകം കീഴടക്കി സൂര്യൻ ശക്തി കുറഞ്ഞ് പ്രഭ നഷ്ടപ്പെടുമ്പോഴുള്ള മഗ്രിബ് നമസ്കാരം സഹോദരങ്ങളെ നമ്മുടെ മരണത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെയും അല്പനേരം വെളിച്ചമുണ്ടാകും എന്നുള്ളതാണ്. മരണശേഷവും നമ്മുടെ ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. പിന്നെ മേഘത്തിൽ ആ ചുവപ്പ് മായുന്നതോടുകൂടി സൂര്യൻ വിസ്മരിക്കപ്പെടും. ആ സമയത്താണ് ഇശാ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത്. പിന്നെ നാം വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയാണ്. 5 നേര നമസ്കാരങ്ങൾ സൂര്യനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇമാം റംലി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ 5 ഘട്ടങ്ങളെയാണ്, 5 സമയങ്ങളെയാണ്, അവന്റെ ആയുസ്സിൽ 5 ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ നമസ്കാരം പോലും സമയബന്ധിതമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് അത്ര വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം അഥവാ മരണത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വരണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സഹോദരങ്ങളെ. മഹാന്മാരായ സ്വഹാന്മാരെ സംബന്ധിച്ച് പിൻഗാമികൾ താപികൾ പറയുന്നുണ്ട്, അവരുടെ സമയത്തെ കുറിച്ചുള്ള ജാഗ്രത എത്രമാത്രം ഗൗരവത്തിലുള്ളതായിരുന്നു. താപികൾ പറയാണ്, നിങ്ങൾക്ക് ദിർഹമുകളോടും ദീനാറുകളോടും ഒരു പ്രിയമുണ്ടല്ലോ, നിങ്ങൾക്ക് പണത്തോടുള്ള ഒരു പ്രിയമുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ പ്രിയമുള്ളതായിരുന്നു മുൻഗാമികളായ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം സമയത്തോടുള്ള അവരുടെ പ്രിയം എന്ന് പറയുന്നത്. 1000 രൂപ അല്ലെങ്കിൽ 100 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ വ്യസനം എത്ര പൈസക്കാരനാണെങ്കിലും കുറെ നേരം നിലനിൽക്കും, കുറെ കാലം നിലനിൽക്കും. നഷ്ടപ്പെട്ടു പോയ പൈസയെ സംബന്ധിച്ച് വ്യസനം ഉണ്ടാവണ്ട എന്നല്ല പറഞ്ഞു. വ്യസനം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. പക്ഷേ ഒരു 100 രൂപയോ അതല്ലെങ്കിൽ 1000 രൂപയോ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പല വഴിക്കും നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പല വഴിക്കും 100ഉം അതുപോലെ 1000ഉം ഒക്കെ പല പണിയെടുത്താലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ജനുവരി മാസം 2026 ജനുവരി മാസം 2-ാം തീയതി എന്ന് പറയുന്ന ഈ ദിവസം, ഈ സമയം അത് തിരിച്ച് പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് വേറെ ഈ പറയുന്ന ഡേറ്റിൽ വേറൊരു സമയം നമ്മുടെ ആയുസ്സിലില്ല എന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളതാണ്. അതാണ് സമയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്വഹാബിമാരെ സംബന്ധിച്ച് പറഞ്ഞത്, നിങ്ങൾക്ക് ദിർഹമിനോടും ദീനാറുകളോടുമുള്ള ആ പ്രിയമുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ പ്രിയമായിരുന്നു മഹാന്മാരായ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം സമയത്തോട് അവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പുതുവത്സരത്തിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ ബോധം സമയത്തെ കുറിച്ചുള്ള ജാഗ്രതയാണ്. രണ്ടാമത് നമുക്കുണ്ടാവേണ്ടുന്ന ജാഗ്രത എന്ന് പറയുന്നത് ഐഹിക പാരത്രിക വിജയത്തിന് അടിസ്ഥാനമായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ജാഗ്രതയാണ്. ഇഹപര വിജയത്തിന് അടിസ്ഥാനം എന്താണ്? സൽക്കർമ്മങ്ങളാണ്. കാലമാണേ സത്യം, നിശ്ചയം മനുഷ്യൻ നഷ്ടകാരിയാണ്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമുള്ള ആളൊഴികെ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടുമുള്ള പരസ്പര ഉപദേശമുള്ള ആളുകൾ ഒഴികെ സൽക്കർമ്മങ്ങളാണ് ഐഹിക പാരത്രിക വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഈ ജീവിതവും മരണവും അല്ലാഹു തആല പടച്ചത് തന്നെ നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ജീവിതവും മരണവും പടച്ചത് തന്നെ. സൽക്കർമ്മങ്ങളാണ് മനുഷ്യനെ പടച്ചതിന്റെ അടിസ്ഥാനം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ കീഴ്പ്പെടാൻ വേണ്ടിയല്ലാതെ, ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാഹു സൂചിപ്പിച്ച കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, മാ നദംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ലം യസിദ് ഫീഹി അമലി. എന്റെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാത്ത ഒരു ദിവസത്തെ സംബന്ധിച്ച് എനിക്കുള്ളൊരു വേദനയുണ്ടല്ലോ, എനിക്ക് സുഹൃത്തുക്കൾ കൂടുതൽ ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസത്തെ കുറിച്ചുള്ള എന്റെ ദുഃഖം, അതുപോലെ ഒരു കാര്യത്തെ സംബന്ധിച്ചും എനിക്ക് ദുഃഖമുണ്ടായിരുന്നില്ല എന്ന് മഹാനായ പ്രവാചക ശിഷ്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, മറ്റ് ദുആകൾ ഇതെല്ലാം സൽക്കർമ്മങ്ങളാണ്. ഇതെല്ലാം സൽക്കർമ്മങ്ങൾ തന്നെയാണ്, ഉത്തമമായ അമലുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ ദീൻ അഥവാ പടച്ച തമ്പുരാന്റെ സമ്പൂർണമായ ജീവിത വ്യവസ്ഥ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ധാർമ്മിക ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുക. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക രാഷ്ട്രീയ ധാർമ്മിക മണ്ഡലത്തിൽ ദീനിന്റെ ഇഖാമത്ത് സാധ്യമാവാൻ ആവശ്യമായ ദഅവത്തിലും ജിഹാദിലും ഏർപ്പെടുക. അതിനനുസൃതമായ കർമ്മങ്ങൾ, അതും സ്വാലിഹായ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന അദ്കാറുകളും ദുആകളും തസ്ബീഹുകളും സ്വലാത്തുകളും മാത്രമല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീൻ ഭൂമിയിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള സുഹൃതങ്ങളിലും പരിശ്രമങ്ങളിലും ഏർപ്പെടുക എന്നതും സഹോദരങ്ങളെ, ആ സുഹൃതങ്ങളും ഒരിക്കലും അവഗണിക്കാൻ സാധിക്കാത്ത സുഹൃതങ്ങളാണ്. ആ
സുഹൃതങ്ങളും പരലോകത്ത് നമ്മിലേക്ക് എത്തിച്ചേരുന്ന സുഹൃതങ്ങളാണ്. ആ സുഹൃതങ്ങളും മികത്തിൽ കൈവരിക്കേണ്ടുന്ന സുഹൃതങ്ങളാണ്. അത്തരം സുഹൃതങ്ങൾ ഒന്നിനെയും ജീവിതത്തിൽ പാഴാക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് പുതുവത്സരത്തിൽ വിശ്വാസിക്ക് വേണ്ടത്. എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണ ഹൃദയത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, യതഹസ്സറു ഇബ്നു ആദം അൻ സഅത്തിൻ യൗമൽ ഖിയാമ അൻ സഅത്തിൻ ലം യദ്കുരില്ലാഹ ഫീഹാ. അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടിമ മനുഷ്യൻ ഒരു സമയത്തെ സംബന്ധിച്ച് വല്ലാണ്ട് ഖേദിച്ചു പോകും. ഏതായിരിക്കും ആ സമയം എന്നറിയോ? അള്ളാഹിനെ സ്മരിക്കാത്ത സമയം, അള്ളാഹിനെ ഓർക്കാത്ത സമയം. എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ സംബന്ധിച്ചായിരിക്കും അന്ത്യദിനത്തിൽ മനുഷ്യൻ ഏറ്റവും അധികം ഖേദിക്കുകയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അഅ്മാലുകൾ, സുഹൃതങ്ങൾ കൊണ്ട് ധന്യമായ ജീവിതം, ഐഹിക പാരത്രിക വിജയം നേടിയെടുക്കാൻ ആവശ്യമായ സുഹൃതങ്ങൾ, ആ സുഹൃതം കൊണ്ട് ജീവിതം നിറയ്ക്കുക എന്നുള്ളതാണ്. ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അസ്ദിയ എന്ന ആത്മസംസ്കരണ കൃതിയിൽ പാടുന്നുണ്ട്, വസ്രിഫ് ഇല ത്വാഅതി വഖതക കുല്ലഹു ലാ തത്റുകന്ന വഖതൻ സുദൻ മുതസാഹില. നിന്റെ സമയം മുഴുവൻ നീ ഉപയോഗപ്പെടുത്തണം, നിന്റെ സമയം മുഴുവൻ നീ പ്രയോജനപ്പെടുത്തണം. ലാ തത്റുകന്ന വഖതൻ സുദൻ മുതസാഹില. അലസമായിട്ട് ഒരു സമയത്തെയും നീ വെറുതെ കളയാൻ പാടില്ല, ഒരു സമയത്തെയും അലസമായി നീ വെറുതെ കളയാൻ പാടില്ല. വതസീറു ഔഖാത്തുൽ മുബാഹി ബിനിയ്യത്തിൻ മസ്റൂഫത്തൻ ഫിൽ ഖൈരി ഫസ്ഹബിൽ ഇഖ്തിലാ. വതസീറു ഔഖാത്തുൽ മുബാഹി ബിനിയ്യ. നിയ്യത്തുണ്ടെങ്കിൽ ഹലാലായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം വിനിയോഗിക്കുന്നതും അല്ലാഹുവിന്റെ ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ നിനക്ക് സാധിക്കും എന്നുള്ളതാണ്. മസ്റൂഫത്തൻ ഫിൽ ഖൈരി ഫസ്ഹബിൽ ഇഖ്തിലാ. ഖൈറിൽ വിനിയോഗിക്കപ്പെട്ട സമയമായിട്ടുള്ള മാറും. നിയ്യത്തുണ്ടെങ്കിൽ നീ ചെയ്യുന്ന കാര്യം അനുവദനീയം മാത്രമാണ്. എന്തെങ്കിലും ഒരു ആരാധന എന്ന ഗണത്തിൽ അതിനെ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെങ്കിൽ പോലും നിനക്ക് നിയ്യത്തുണ്ടെങ്കിൽ അനുവദനീയമായ ആ കാര്യത്തെയും നിനക്ക് ഇബാദത്തും അമലുമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ശൈഖ് അവറുകൾ പറയുന്നത്. സഹോദരങ്ങളെ, ഒരാൾ കച്ചവടം നടത്തുകയാണ്, വേറൊരാളെ കൃഷി ചെയ്യുകയാണ്. അങ്ങനെ കച്ചവടമോ കൃഷിയോ ചെയ്യുമ്പോൾ ഇത് അള്ളാഹു അനുവദിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ എന്റെ കുടുംബം പോറ്റാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ കുടുംബം പോറ്റുക എന്ന ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് എങ്കിൽ, ഹലാലായ വഴിയിലൂടെയാണ് ഞാനത് നിർവഹിക്കുന്നത് എങ്കിൽ, എന്റെ കൃഷിയും എന്റെ കച്ചവടവും അള്ളാഹുവിന്റെ ഇബാദത്തായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ജീവിതം മുഴുക്കയും അള്ളാഹുവിനുള്ള അമലും ഇബാദത്തുമാക്കി മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ്. അതാണ് സുഹൃതങ്ങളെ സംബന്ധിച്ചുള്ള ജാഗ്രത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട ബോധം, അതല്ലെങ്കിൽ കരുതൽ, അറിവിനെ സംബന്ധിച്ചുള്ള കരുതലാണ്, ഇൽമിനെ സംബന്ധിച്ചുള്ള കരുതലാണ്. അറിവിങ്ങനെ നേടിക്കൊണ്ടേയിരിക്കണം. പഠിച്ച കാര്യങ്ങൾ അത് മതി എന്നുള്ളൊരു ചിത്രം ഉണ്ടാവാൻ പാടില്ല. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പരമ്പരാഗതമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മദ്രസയിൽ നിന്നും അതല്ലെങ്കിൽ കോളേജിൽ നിന്നും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ദീനിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ ക്ലാസ്സുകളായിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് മാത്രം പോരാ, നമ്മുടെ അറിവിനെ നിരന്തരമായിട്ട് നവീകരിക്കാനുള്ള ജാഗ്രതയാണ് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത്. കാരണം പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ അറിവുകൾ അന്വേഷിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. മനസ്സിലാക്കാൻ എന്നാണ്. ഒരാൾ അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അറിവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള അയാളുടെ പ്രയാണം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പുതിയ അറിവുകൾ, അതല്ലെങ്കിൽ അറിവിന്റെ നവീകരണം പുതിയ കാലത്ത് അനിവാര്യമാണ്. കാരണം ഇസ്ലാമിക സമൂഹം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആവശ്യമായ അറിവിന്റെ നവീകരണം നമ്മിൽ ഓരോരുത്തരും ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു വശത്ത് നവനാസ്തികരുടെയും സ്വതന്ത്ര ചിന്തകരുടെയും ഇസ്ലാമിനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ ശക്തമാണ്. മറുവശത്ത് സമുദായത്തിനകത്ത് കയറിയും ചിലർ ഈ ദീനിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാജ തുരീഖത്തുകളും ഹദീസ് നിഷേധവും സർവമത സത്യവാദവും അതുപോലെ ലിബറൽ വാദങ്ങളും എല്ലാം സമുദായത്തിനകത്ത് തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. സമുദായത്തിനകത്ത് പുറത്തിരുന്ന നവനാസ്തികരുടെ വെല്ലുവിളികൾ, സമുദായത്തിന്റെ പുറത്തുനിന്ന് എക്സ മുസ്ലിങ്ങളുടെ വെല്ലുവിളികൾ, അകത്തോ ഈ ദീനിനെ തകർക്കാനുള്ള പരിശ്രമവുമായി വ്യാജ ത്വരീഖത്തുകളുമായി ഹദീസ് നിഷേധവുമായിട്ട് സർവമത സത്യവാദവുമായിട്ട് അതുപോലെ ഇസ്ലാമിന്റെ ലേബലിൽ നിന്നുകൊണ്ട് തന്നെ ലിബറൽ വാദങ്ങളുമായിട്ടെല്ലാം തന്നെ ഒരുപാട് ആളുകൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഇതിനെയെല്ലാം അതിജീവിക്കണമെങ്കിൽ, ഇത്തരം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും
വിജ്ഞാനത്തിന്റെ നവീകരണം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാലത്തിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് അനിസ്ലാമികതയെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടുള്ള അറിവുകൾ പുതുതായിട്ട് നമ്മൾ നേടണം എന്നുള്ളതാണ്. അതാണ് സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മല്ലം യഅരിഫിൽ ജാഹിലിയ്യത ലാ യഅരിഫിൽ ഇസ്ലാം. ഒരാൾക്ക് ജാഹിലിയ്യത്തിനെ അറിയില്ല എങ്കിൽ അയാൾക്ക് ഇസ്ലാമിനെ പഠിക്കാൻ സാധിക്കുകയില്ല. ആധുനിക ജാഹിലിയ്യത്തിനെ കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്യണം. ആധുനിക ജാഹിലിയ്യത്തിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ പക്ഷത്തുള്ളതിനുള്ള കൃത്യമായ വ്യക്തമായ മറുപടി എന്താണോ അത് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതാണ് അറിവിന്റെ നവീകരണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ നമ്മുടെ ബാധ്യത നമ്മുടെ അറിവിനെ നവീകരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്, പുതുവത്സരത്തിൽ വിശ്വാസിക്ക് വേണ്ട നാലാമത്തെ ജാഗ്രത എന്ന് പറയുന്നത് പശ്ചാത്താപത്തെ സംബന്ധിച്ചുള്ള ജാഗ്രതയാണ്, തൗബയെ സംബന്ധിച്ചുള്ള ജാഗ്രതയാണ്. 2025 കഴിഞ്ഞുപോയി 2026 നമ്മൾ എത്തി നിൽക്കുമ്പോ 2025 ഒരുപാട് ആളുകൾ നമ്മോട് വിട പറഞ്ഞു പോയി. അവർ നനച്ചിട്ടുണ്ടാവണം എന്നില്ല. 2025 പ്രവേശിച്ചപ്പോൾ ഈ 25 പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ലെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം എന്നില്ല. അവരിൽ പലരും രോഗികളല്ലായിരുന്നു. അവരിൽ പലരും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരായിരുന്നു. എന്നിട്ടും മരണം അവരെ മാടിവലിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ മരണം എപ്പോഴും നമ്മയും മാടിവലിക്കാം. ഈ 2026 നമുക്ക് പൂർത്തീകരിക്കാൻ, അതല്ലെങ്കിൽ ഈ ദിവസം ഈ സമയം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് നമുക്കാർക്കും ആരും ഉറപ്പ് തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പശ്ചാത്താപം വേഗത്തിലാക്കുക. പശ്ചാത്താപം അതിന്റെ ഉപാധികൾ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. മനുഷ്യരോട് ബന്ധപ്പെട്ട ബാധ്യതകളാണെങ്കിൽ ആ ബാധ്യതകൾ മടക്കി കൊടുക്കുക, പൊരുത്തപ്പെടിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പശ്ചാത്താപം വേഗത്തിലാക്കാനാണ് അല്ലാഹു പറയുന്നത്, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് വിജയമുണ്ടാവണമെങ്കിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ എല്ലാവരും പശ്ചാത്തപിച്ചു മടങ്ങുകയും അല്ലാഹുവിലേക്ക് നിങ്ങൾ എല്ലാവരും പശ്ചാത്തപിച്ചു മടങ്ങുകയും. അതെങ്ങനെ പശ്ചാത്തപിക്കണം? നാളെ തൗബ ചെയ്യാം, നാളെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിലേക്കാം എന്ന് ചിന്തിക്കാൻ പാടില്ല. പെട്ടെന്ന് അത് ചെയ്യണം. കാരണം നാളെ ചെയ്യാൻ, നാളെ ഞാൻ ഉണ്ടാവണം എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനാ പറഞ്ഞത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ദ്രുതഗതിയിൽ പ്രയാണം ചെയ്യണേ, വേഗത്തിൽ പ്രയാണം ചെയ്യണേ. നാളെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് എന്ന് കരുതി കാത്തു നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് ചെയ്യണം. ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആ സ്വർഗ്ഗം അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തൗബ, നമ്മുടെ പശ്ചാത്താപം നമ്മൾ ഒരിക്കലും അമാന്തിക്കാതെ വേഗത്തിൽ നിർവഹിക്കുക. വേഗത്തിൽ നിരന്തരമായിട്ട് അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും അന്നത്തെ ദിവസത്തെ കൃത്യമായി വിചാരണ ചെയ്ത് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യണേ. സഹോദരങ്ങളെ, അങ്ങനെ ഓരോ ദിവസവും വിചാരണയോടുകൂടി മുന്നോട്ട് പോവുക, പശ്ചാത്താപത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ട സമുദായ ഐക്യത്തെ സംബന്ധിച്ചുള്ള ജാഗ്രതയാണ്. പുതുവത്സരത്തിൽ അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ട കരുതൽ സമുദായ ഐക്യത്തെ സംബന്ധിച്ചുള്ള കരുതലാണ്. ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കാൻ ആവശ്യമായ സംസ്കരണ ശ്രമങ്ങൾ അഥവാ ഇസ്ലാഹും തജ്ദീദുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അനിവാര്യമാണ്. കാരണം ചില ആളുകളെല്ലാം തന്നെ മുദബ്ബിറുൽ ആലം, ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ചില ഔലിയാക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപകടകരമായ വാദഗതികൾ പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തോ തജ്ദീദും ഇസ്ലാഹുമെല്ലാം സമുദായത്തിൽ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യമാണ്, സംശയവുമില്ല എന്നുള്ളതാണ്. കാരണം വിശ്വാസപരമായ വ്യതിയാനങ്ങളിൽ നിന്ന്, നേരത്തെ പറഞ്ഞതുപോലെ വ്യതിയാനങ്ങളിൽ നിന്ന് ഈ സമുദായത്തിലെ ഓരോ കുഞ്ഞിനെയും ഓരോ പൗരനെയും വിമോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അത്തരം വാദങ്ങളുടെ മുനയൊടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ തക്ഫീറിൽ നിന്ന് അഥവാ കാഫിറാക്കുന്ന പ്രവണതകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രതയും ഇസ്ലാഹി പ്രബോധകർക്ക് ആവശ്യമാണ്. ആളുകൾ ഇങ്ങനെ കാഫിറാക്കുക, മുശ്രിക്കാക്കുക, ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഒരു രീതി ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന്, ഒരു സംസ്കരണ പ്രവർത്തനം അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രഭാഷകനോ ഒരു പ്രബോധകനോ ചേർന്നതല്ല എന്നുള്ളതാണ്. അബൂജഹലിനേക്കാളും ഫിറഔനെക്കാളും വലിയ കാഫിറുകളാണ് ഇന്നത്തെ ചില സംഘടനകൾ എന്ന രീതിയിലുള്ള ഒരു സംസാരം ഒരു ഇസ്ലാഹി പ്രഭാഷകൻ
ഈ അടുത്ത കാലത്ത് കേൾക്കാനിടയായി. സഹോദരങ്ങളെ, ഇത്തരം തീവ്രമായ ശൈലികളെ നാം കൈവെടിഞ്ഞേ പറ്റൂ. ഇത്തരം ശൈലികൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. കാരണം വംശീയ ഫാസിസം ഏറ്റവും അധികം ശക്തിപ്പെട്ട കാലമാണ്. വംശീയ ഫാസിസം ഏറ്റവും അധികം ശക്തിപ്പെട്ട കാലഘട്ടത്തിൽ ഇസ്ലാമും തജ്ദീദുമെല്ലാം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സമുദായ ഐക്യത്തിന്റെ കാവൽക്കാരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ളതാണ്. ഉമ്മത്തിന്റെ ഐക്യം ഏറ്റവും അധികം ആവശ്യമുള്ള കാലമാണ്. ഐക്യത്തെ സംബന്ധിച്ചുള്ള ജാഗ്രതയാണ് ഈ പുതുവത്സരത്തിന്റെ പ്രാരംഭത്തിലും അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ടത്. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണേ, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. സഹോദരങ്ങളെ, പുതുവത്സരത്തിൽ നമുക്ക് വേണ്ടതല്ലെങ്കിൽ ഈ വർഷത്തിലുടനീളം, നമ്മുടെ ആയുസ്സിലുടനീളം നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന 5 ജാഗ്രതകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. 1 സമയത്തെ കുറിച്ചുള്ള ജാഗ്രത, 2 അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള ജാഗ്രത, 3 വിജ്ഞാനത്തെ അറിവിനെ നവീകരിക്കാനുള്ള കരുതൽ, 4 പശ്ചാത്താപം വേഗത്തിലാക്കാനുള്ള കരുതൽ, ഉമ്മത്ത് ഐക്യത്തോടെ കൂടി മുന്നോട്ട് പോകാനുള്ള ജാഗ്രത. ഈ 5 ജാഗ്രതകളിലും വ്യതിചലിക്കാതെ പുതുവർഷത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവേണ്ടതുണ്ട്. അഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.